സമസ്ത മേഖലകളിലും വിവേചനം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അങ്ങനെ വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകൾ ആണ് അവസാനം അവരുടെ മനസ്സ് മടുത്ത് അവർ വികസനത്തെ പറ്റിയോ സ്വാതന്ത്ര്യത്തെ പറ്റിയോ എന്നുവെച്ചാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും പേപ്പറിൽ മാത്രം എഴുതി പിടിക്കുന്നതാണ്. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഒരു സ്ത്രീയുടെ. ഒരു സാധാരണ കുടുംബിനി അവർ ജോലിക്കും കൂടെ അവരൊരു ഉദ്യോഗസ്ഥ കൂടെയാണെങ്കിൽ 4 മണിക്ക് തുടങ്ങുന്ന ജീവിതം 12 മണിക്കായിരിക്കും അവസാനിക്കുന്നത്, രാത്രി 12 മണിക്ക്. അതുവരെ 10-18 മണിക്കൂർ അതിലധികമോ അവർ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ജോലി ചെയ്ത് വന്നാൽ പോലും പിന്നെയും അവൾക്ക് കേൾക്കേണ്ടി വരുന്നത് പഴികളായിരിക്കും, എല്ലാ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലുകളായിരിക്കും. ഓരോരുത്തർക്കും ചെയ്യേണ്ടിയിരുന്നത് പലതും ചെയ്തു കൊടുത്തില്ല എന്ന കുറ്റപ്പെടുത്തലുകളായിരിക്കും. അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ലോകത്തുള്ളത് എന്നതുകൊണ്ടാണ് UN വിമൻ പറഞ്ഞത്. അതായത് യുണൈറ്റഡ് നേഷൻസിനെ UN വിമൻ എന്ന ഒരു വിഭാഗം തന്നെ ഫോം ചെയ്യുന്നത് സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ആ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് ആത്മഹത്യ ചെയ്ത അമ്മയോട് ഒത്ത് ഇങ്ങനെ ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കരുത് എന്നോർത്ത്, നിങ്ങൾക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മകൾ ഉണ്ടെങ്കിൽ, ആ മകൾക്ക് ആ മരുമകൾക്ക് സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നേറുവാൻ കഴിയണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ മതവിഭാഗക്കാരോടുമാണ് പറയാറുള്ളത്. നോക്കൂ, ഇന്ത്യയിലെ 28 കോടിയിലധികം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവര് ഉണ്ട്. 28 കോടിയിലധികം പേര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരാണ്. നമ്മുടെ തിരുപ്പതിയിലെ ഭണ്ഡാരത്തിലിരിക്കുന്ന സ്വർണം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിരിക്കുന്ന സ്വർണം, എന്നാണ് നമ്മുടെ ഭഗവാനും ഭഗവതിയും വന്ന് ആ സ്വർണമെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കി ആ സ്വർണവും അത് പാവപ്പെട്ടവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അതിദരിദ്രരുടെ ദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടി അതെന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? അതുപോലെ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ മറ്റു മതപണ്ഡിതന്മാരോട്, ക്രിസ്ത്യൻ ചർച്ച്, ക്രിസ്ത്യൻ സഭകൾ ആഗ്രഹിച്ചാൽ ക്രിസ്ത്യാനികളുടെ എങ്കിലും, എല്ലാ മതവിഭാഗക്കാരുടെയെന്ന് ഞാൻ പറയുന്നില്ല, ക്രിസ്ത്യാനികളുടെ എങ്കിലും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തുകൂടെ? ഒരു സെന്റർ, ഒരു പ്രധാനപ്പെട്ട, ഇപ്പൊ നമുക്ക് വനിതാ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താണ് അവരുടെ പ്രതികരണം എന്ന് ഞാൻ അത്ഭുതം കൂറിപ്പോവുകയാണ്. അവരെ വനിതാ കമ്മീഷൻ എന്തിനാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇതുപോലെ ഇൻജസ്റ്റിസ് അനുഭവിച്ചുകൊണ്ട് ജീവിതം കളഞ്ഞു കളയാം എന്ന് കരുതുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി, അതായത് അവർക്കൊരു അഭയകേന്ദ്രമാകുമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്ത്രീകളൊക്കെ ആ വനിതാ കമ്മീഷനിലെ അഭയം പ്രാപിക്കുമായിരുന്നു. പക്ഷേ ഒരു അഭയമാവുകയില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർ അങ്ങോട്ട് ചെല്ലാത്തത്. അപ്പൊ അത് അങ്ങനെ വനിതാ കമ്മീഷന്റെ കാര്യം അങ്ങനെ. ഇനി ക്രിസ്ത്യൻ ചർച്ചസിന്റെ കാര്യം, ക്രിസ്ത്യൻ ചേർച്ചസ് അവരെല്ലാ ചർച്ചുകളും കൂടിയിട്ട് ഒരഭയ കേന്ദ്രം, അതായത് ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം ആയിട്ടൊരു അഭയ കേന്ദ്രം തുടങ്ങി ആ അഭയ കേന്ദ്രത്തിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക, അവർക്ക് തൊഴിലിനുള്ള പരിശീലനം കൊടുക്കുക, അവരുടെ കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ക്രിസ്ത്യൻ ചേർച്ചസ് വിചാരിച്ചാൽ പറ്റും. അതൊന്നും ചെയ്യാതെ എന്തിനാണ് ഈ സഭകളൊക്കെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നു എന്നും യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ശിരസിൽ ആവഹിച്ചു കൊണ്ടു നടക്കുന്നു എന്നും പറയുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരെ വിഡ്ഢികളാക്കാനാണ്? ഇതൊക്കെ ഇങ്ങനെയുള്ള മരണങ്ങൾ കാണുമ്പോഴെങ്കിലും, അത് ക്രിസ്ത്യൻ കുട്ടികളാണ് ആ മരിച്ചവര്, അത് കാണുമ്പോഴെങ്കിലും യേശു ക്രിസ്തു നിങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്ന് എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാരെ നിങ്ങൾക്ക് തോന്നാത്തത്? നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതുമാകട്ടെ, പെൺകുട്ടിയുടെ വിഭാഗം ഏതുമാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ചാട്ടവാറടി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ ഇസ്ലാം മതത്തിലേക്ക് വരിക. ഇസ്ലാം മതത്തിലും സ്ത്രീകൾ ഒരുപാട് 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 പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം അവരുടെ കേരളത്തിലെ പോലെയല്ല, ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട് വലിയ പരിധി വരെ. അതുപോലെ എല്ലാത്തരം സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നുണ്ട്. ഇത്തരം സ്ത്രീകളെ എല്ലാം നോക്കിയാണ് അമർത്യ സെൻ തൻ്റെ ആ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന പുസ്തകം, ആ പുസ്തകത്തിന് പുറംചട്ട കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് വലിയ ശക്തരായ പുരുഷന്മാരുടെ രൂപങ്ങളോ ഈശ്വരന്മാരുടെ രൂപങ്ങളോ അല്ല ഉള്ളത്. പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന
സ്ത്രീകളുടെ രൂപമാണുള്ളത്. അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്, പ്രിയപ്പെട്ട മതങ്ങളെ നിങ്ങൾ ഓർക്കുക, മതപണ്ഡിതരെ നിങ്ങൾ ഓർക്കുക, ലോകത്തിന്റെ നിലനിൽപ്പിന് പുരുഷന്മാർ മാത്രം പോരാ. നിങ്ങൾക്കറിയാമോ, പിന്നെ യുണൈറ്റഡ് നേഷൻസ് 1975-85 വനിതാ ദശകമായി ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അവര് അതിന്റെ അവസാനം പറഞ്ഞത്, ലോകത്ത് ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷെ 10-1 വരുമാനം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. 100-1 ആസ്തികൾ മാത്രമേ സ്ത്രീകളുടെ പേരിലുള്ളൂ. അത്ര വലിയ പക്ഷാഭേദമാണ് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ട പുരോഹിത വർഗമാണെങ്കിലും ഓർക്കുക, നിങ്ങളുടെ ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടത് സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റി പഠിപ്പിച്ചാണ്, അതല്ലാതെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പഠിപ്പിച്ചല്ല.